അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ഡോ എഫ് ബൈ ഡോ എക്സും ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ. ഈ പാർഷ്യൽ ഡിഫറൻസിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡോ വെച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഡോ എഫ് ബൈ ഡോ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ എക്സ്, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ എക്സ് റേസ് ടു 4 ഇല്ലേ, എക്സ് റേസ് ടു 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 4 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 0 അല്ലേ. വൈ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി പോകും. അപ്പൊ നമ്മുടെ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 4x³ കിട്ടും അല്ലേ. ഇനി അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യാം. ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 ആയി പോകും. പ്ലസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 ഇൻറ്റു വൈ വരും അല്ലേ. 2 ഇൻറ്റു വൈ. ഈ നമ്മള് ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ വൈ റേസ് ടു എൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടും n ഇൻറ്റു വൈ റേസ് ടു n-1 അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ഡി വൈയില് വൈ റേസ് ടു എൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ n ഇൻറ്റു വൈ റേസ് ടു n-1. അപ്പം നിങ്ങൾ ഡിഫറൻഷിയേഷൻ്റെ അകത്ത് എവിടെയൊക്കെ നമ്മളൊരു സ്ക്വയർ കാണുന്നു, മീൻസ് സ്ക്വയർ അല്ല, റേസ് ടു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഡിഫറൻഷിയേഷൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു വൈ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഡോ എഫ് ബൈ ആദ്യം ഡോ എക്സ് കാണാം. അപ്പൊ ഈ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ആദ്യം നമുക്ക് ഏറ്റവും പുറത്ത് കിടക്കുന്ന സാധനത്തിനെ വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, എന്നിട്ട് അതിന്റെ അകത്തുള്ള സാധനം, അങ്ങനെ വേണം എപ്പോഴും ഡിഫറൻസിയേഷൻ ചെയ്യാൻ. അതിനെ പറയുന്നതാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ്റെ അത്. അപ്പം ആദ്യം ഏറ്റവും പുറത്തെടുക്കുന്ന എന്താ? സൈൻ അല്ലേ. അപ്പം സൈനിന്റെ ഡിഫറൻസിയേഷൻ എന്താ? കോസ് അല്ലേ. എന്നിട്ട് ആ ഫംഗ്ഷൻ അതേപടി എഴുതുക, അതിനൊരു മാറ്റവും വരുത്താൻ. ഇനി എന്ത് ചെയ്യണം? ഇനി ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈനിന്റെ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സില് എക്സ് വൈനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻറ്റു വൈ കിട്ടും അല്ലേ. അപ്പൊ നമ്മളെ ആൻസർ എന്ന് പറയുമ്പോൾ വൈ ഇൻറ്റു കോസ് എക്സ് വൈ. ഇനി അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യാം. ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ സൈൻ എക്സ് വൈനെ ആദ്യം ഏറ്റവും പുറത്തെടുക്കുന്ന സാധനം ഡിഫറൻസിയേഷൻ ചെയ്യാം. സൈനെ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സ് വൈ ഇൻറ്റു, ഇനി എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും അല്ലേ. അപ്പൊ നമ്മുടെ വാല്യൂ എന്താ കിട്ടിയേ? എക്സ് ഇൻറ്റു കോസ് എക്സ് വൈ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് വൈ. അപ്പോൾ ഇ റേസ് ടു എക്സ് വൈ ആദ്യം നമുക്ക് എന്താ? ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് കാണാം. ഡോ എഫ് ബൈ ഡോ എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഡിഫറൻസിയേഷൻ ചെയ്താൽ ഇ റേസ് ടു എനിത്തിങ് ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇ റേസ് ടു അത് തന്നെ വരും, ഇൻറ്റു എക്സ് വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പൊ എന്ത് കിട്ടും? വൈ കിട്ടും. കാരണം എന്നാ, ഈ എക്സ് 1 ആയിപ്പോ, ബാക്കി മിച്ചമുള്ളത് വൈ ആണ്. അപ്പോൾ നമുക്ക് റിമൈനിങ് വൈ മാത്രമേ വരത്തുള്ളൂ. ഇനി അടുത്ത ഡോ എഫ് ബൈ ഡോ വൈ. അപ്പൊ എന്ത് പറ്റും? ഇ റേസ് ടുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് തന്നെ വരും, ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു എക്സ് വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻസിയേഷൻ ചെയ്താൽ എക്സ് കിട്ടും അല്ലേ. വൈ 1 ആയി പോയിട്ട് അല്ലേ. ഡി ബൈ ഇപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഡി എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഡോ വൈ ഓഫ് എക്സ് വൈ. ഇവിടെ എന്താ പറ്റുന്നത്? വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് എക്സ് അതേപോലെ എഴുതും, വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എക്സ് കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഈ ഡോ എഫ് ബൈ എക്സ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ ആട്ടോ. ഈ ഡോ എഫ് ബൈ ഡോ എക്സിന് വേറൊരു ഇതുണ്ട്, സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ഫൈൻഡ് ദ സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ തരും.
ഇപ്പൊ എക്സ് ഡയറക്ഷനിൽ സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യണം. അതുപോലെ തന്നെ വൈ ഡയറക്ഷനിൽ കാണാൻ പറഞ്ഞാൽ സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈയും കാണണം കേട്ടോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3x² പ്ലസ് 3xy². ഇവിടെ നമുക്ക് കാണേണ്ട സ്ലോപ്പ് ആണ് ഇൻ വൈ ഡയറക്ഷൻ, സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ, അതുപോലെ തന്നെ എക്സ് ഡയറക്ഷൻ. അപ്പൊ എക്സിലും വൈയിലെയും എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും നമുക്ക് എന്ത് കാണണം? സ്ലോപ്പ് കാണണം. അപ്പൊ നമുക്ക് വൈ ഡയറക്ഷനിൽ ആദ്യം കാണാം. വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡോ എഫ് ബൈ ഡോ വൈ. എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈയില് ഡിറൈവ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ കോൺസ്റ്റന്റ് ആരാ? വൈ വെച്ച് ചെയ്യുമ്പോൾ 3x² അല്ലേ? ആ 3x അതേപടി എഴുതി. എന്നിട്ട് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ × 1 പ്ലസ്. ഇനി അടുത്ത ടേം എടുക്കുക. ഇടയ്ക്ക് പ്ലസ് ആയതുകൊണ്ടാണ് ഞാൻ അടുത്ത ടേം എടുക്കുന്നത്. ഇൻറ്റു ആയിരുന്നെങ്കിൽ ഇത് രണ്ടും ഒറ്റ ടേമായിട്ട് കൺസിഡർ ചെയ്തോളായിരുന്നു. ഇത് പ്ലസ് ആയതുകൊണ്ട് രണ്ടും രണ്ട് ടേമായി. അപ്പൊ അടുത്ത ടേമില് കോൺസ്റ്റന്റ് ആരാ? 3x ഇൻറ്റു y² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇൻറ്റു ഞാൻ ഡോട്ട് ഇട്ടേക്കെ, ഇല്ലെങ്കിൽ എക്സും ഇൻറ്റും രണ്ടും മാറിപ്പോകും. ഇനി y² ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 2y അല്ലേ? അപ്പൊ നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ 3x² പ്ലസ് 6xy അല്ലേ? 3 × 2 6, പിന്നെ xy. അപ്പൊ നമുക്ക് സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ കിട്ടി 3x² പ്ലസ് 6xy എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ സ്ലോപ്പ് കാണുന്നതിന്റെ കൂടെ അറ്റ് ദ പോയിന്റ് ഒരു പോയിന്റ് കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. 1,2 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി സർഫസ് എഫ് ഈക്വൽ ടു 3x² പ്ലസ് 3xy² ഇൻ ദ വൈ ഡയറക്ഷൻ ആൻഡ് എക്സ് ഡയറക്ഷൻ അറ്റ് ദ പോയിന്റ് 1,2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് കൂടെ അടുത്തേക്ക് കൊടുക്കണം. ഈ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ 1² പ്ലസ് 6 × 1 വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പൊ നമുക്ക് ആ സ്ലോപ്പിന്റെ വാല്യൂ കിട്ടും. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എത്ര? 3 + 12 അല്ലേ? അപ്പം 15 കിട്ടും. സ്ലോപ്പിന്റെ വാല്യൂ നമുക്ക് പറയാം 15 കിട്ടും. അപ്പൊ വൈ ഡയറക്ഷനിലെ സ്ലോപ്പിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 15 ആണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ എക്സ് ഡയറക്ഷനിലെ കണ്ടുപിടിക്കാം. ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കാം 3ഉം വൈയും. പിന്നെ x² ഡിഫറൻഷിയേറ്റ് ചെയ്ത 2x കിട്ടും. പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കാം 3ഉം y² ഇൻറ്റു എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്ത 1. ഇപ്പൊ നമ്മളുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 6xy പ്ലസ് 3y². ഇനി നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് കൊടുക്കാം. 1,2 കൊടുക്കാം. അപ്പൊ എക്സിന് 1 കൊടുക്കാം, വൈക്ക് 2 കൊടുക്കാം. അപ്പോൾ ഇവിടെ 6 × 1 × 2 പ്ലസ് 3 × 2². ഇപ്പൊ എന്ത് കിട്ടും? 6 × 2 12 പ്ലസ് 3 × 4 എത്ര? 12 അല്ലേ? 24 വരും നമ്മൾ ആൻസർ. അപ്പൊ നമുക്ക് എക്സിന്റെ സ്ലോപ്പ് കിട്ടിയത്, എക്സ് ഡയറക്ഷനിലെ സ്ലോപ്പിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 24 കിട്ടി അല്ലേ? വൈ ഡയറക്ഷനിൽ 15 കിട്ടി, എക്സ് ഡയറക്ഷനിൽ 24 കിട്ടി. അപ്പൊ അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? അടുത്ത എഫിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ മാറ്റമൊന്നുമില്ല. എഫിന്റെ ഇക്വേഷന് മാറും,
വൈ ഡയറക്ഷനും എക്സ് ഡയറക്ഷനും കാണാം സ്ലോപ്പ്. പിന്നെ എഫിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. അറ്റ് ദ പോയിന്റ് എന്താ 1,1. അറ്റ് ദ പോയിന്റ് 1,1. അപ്പൊ നമുക്ക് ആദ്യം എന്താ വൈ ഡയറക്ഷൻ കാണാം. വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഡോ എഫ് ബൈ ഡോ വൈ. എന്ത് കിട്ടും? ആദ്യം ലോഗിനെ ഡിഫറൻഷിയേഷൻ, ഏറ്റവും പുറത്ത് കിടക്കുന്ന ഡിഫറൻഷിയേഷൻ ചെയ്യാം. ഏറ്റവും പുറത്ത് കിടക്കുന്ന ലോഗ് ഇല്ലേ, ലോഗിനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എന്ത് കിട്ടും? 1 ലോഗിന്റെ ഫംഗ്ഷൻ എന്താ അതുപോലെ എഴുതുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു. ഇനി ലോഗിന്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേഷൻ ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആയിപ്പോ. അപ്പൊ 0 പ്ലസ് അല്ലേ, 0 പ്ലസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ 2y വരും. അപ്പൊ 0 പ്ലസ് 2y. ഇപ്പൊ എന്ത് വരും? 0 പ്ലസ് 2y എന്താ 2y പ്ലസ്. ഇനി അടുത്ത ടാൻ ഇൻവേഴ്സിനെ ഡിഫറൻഷിയേഷൻ ചെയ്യാം. ടാൻ ഇൻവേഴ്സിനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1 പ്ലസ് ടാൻ ഇൻവേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ആണ്. അപ്പം എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് വെച്ചാൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ ആണ് വന്നത്, ടാൻ ഇൻവേഴ്സിന്റെ ഫംഗ്ഷൻ വന്നത്. അപ്പൊ എന്ത് നമ്മള് ഇവിടെ എക്സ് സ്ക്വയർ വന്ന പോലെ ഇവിടെ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ടാനിനെ ചെയ്തു, ടാൻ ഇൻവേഴ്സിനെ ചെയ്തു, അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈനെ കൂടെ ചെയ്യണം. എക്സ് പ്ലസ് വൈനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈയില് എക്സ് 0 ആയിപ്പോ 0 പ്ലസ് 1 എന്ന് വരും. അപ്പം നമ്മുടെ വാല്യൂ 1 എന്ന് വരും. ഇനി നമുക്ക് 1, പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1,1. അപ്പം 1 ഡിവൈഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1 അല്ലേ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 1 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് പ്ലസ് വൈ എന്താ 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1. 1 ഇൻറ്റു 1 എന്തായാലും 1 ആയിരിക്കും. ഇപ്പൊ ഇവിടെ എന്ത് വരും? താഴെ 1/2 ഇൻറ്റു 2 പ്ലസ് 1/1 പ്ലസ് 2 സ്ക്വയർ അല്ലേ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. 1 പ്ലസ് 1 എന്ന് വെച്ചാൽ 2 സ്ക്വയർ ഇല്ലേ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. ഇവിടെ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോ അല്ലേ. ബാക്കി എന്താ ഉള്ള 1 പ്ലസ് 1/5 അല്ലേ. നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 6/5 വരും. നമ്മുടെ ഡോ എഫ് ബൈ ഡോ വൈയുടെ ആൻസർ 6/5 കിട്ടി. ഇനി അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. ഡോ എഫ് ബൈ ഡോ എക്സ് ആണോ? ഡോ എഫ് ബൈ ഡോ എക്സ് ആണോ എന്ത് കിട്ടും? ലോഗിനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ 2x കിട്ടും. പ്ലസ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സിനെ ചെയ്താൽ 1/1 പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ കിട്ടും ഇൻറ്റു 1 എന്ന് കിട്ടും. ഇനി എക്സിനും വൈനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/1 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1/1 പ്ലസ് 1. ഇവിടെ എക്സിനും വൈനും വാല്യൂ 1 അല്ലേ. അപ്പൊ 1 പ്ലസ് 1 2 വരും അല്ലേ. ഇപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 1. ഇവിടെ 1/2 ഇൻറ്റു 2 എന്ന് വരും. പ്ലസ് 1/1 പ്ലസ് 4 വരും ഇൻറ്റു 1 വരും അല്ലേ. ഇൻറ്റു 1 വരുമ്പോൾ 1 വരും. ഇപ്പൊ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് അവിടെ മിച്ചം 1 വരും. പ്ലസ് 1/5 നേരത്തെ പോലെ. അപ്പൊ നമ്മൾ സെയിം ആൻസർ തന്നെ വരുന്നത് 6/5 തന്നെ വരും അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എഫിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് വൈ പ്ലസ് സൈൻ എക്സ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് പ്ലസ് 2y ഇതാണ് നമ്മുടെ അടുത്ത ഫംഗ്ഷൻ.
എക്സ് ക്യൂബ് ഇൻറ്റു വൈ പ്ലസ് സൈൻ എക്സ് വൈ പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് വൈ. അപ്പൊ ആദ്യം നമുക്ക് വൈ ഡയറക്ഷൻ കാണാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ. പോയിന്റ് വ്യത്യാസമുണ്ട്. 1,0 ആണ്. പോയിന്റ് 1,0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം വൈ ഡയറക്ഷൻ കാണാം. വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഡോ എഫ് ബൈ ഡോ വൈ. വൈ ഡയറക്ഷൻ കാണുമ്പോൾ എന്താ കിട്ടുന്നത്? ഇത്രയും എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വൈ വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്യും. ഇവിടെ ആദ്യം എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് ക്യൂബിനെ അതുപോലെ എണ്ണി എഴുതി. വൈനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ 1 കിട്ടും. പ്ലസ് സൈനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ കോസ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് വൈനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എക്സ് കിട്ടും. പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് ടുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് പ്ലസ് 2y ഇൻറ്റു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ? എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്നായിപ്പോ അല്ലേ? ഇതേതാ 1 പ്ലസ് 2 ഇൻറ്റു 1. ഇപ്പൊ എന്താ കിട്ടുന്നത്? അല്ല 1 അല്ലല്ലോ, 0 അല്ലേ? എക്സിനെ എക്സ് കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ എക്സിനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ 0 ആയിപ്പോ. അപ്പൊ 2 ഇൻറ്റു 1. അപ്പൊ ആൻസർ എന്ത് വരും? 2 എന്ന് വരും. അപ്പൊ അതാണ് ആ 2 അവിടെ വന്നത്. നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് എക്സ് കോസ് എക്സ് വൈ പ്ലസ് 2 ഇ റേസ് ടു എക്സ് പ്ലസ് 2. ഇനി 1,0 ഇട്ട് കൊടുക്കാം. എക്സ് എവിടേക്ക് ഉണ്ട് അവിടെ എല്ലാം 1 ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ആദ്യം 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 തന്നെ. 1 ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു വൈ. അപ്പൊ 1 ഇൻറ്റു 0 എന്ത് പറ്റും? 0 പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു 1 പ്ലസ് 2 ഇൻറ്റു 0 0. അപ്പൊ എന്ത് കിട്ടും? 1 പ്ലസ് കോസ് 0 എന്ന് വെച്ചാൽ എന്താ? 1 അല്ലേ? അപ്പൊ 1 ഇൻറ്റു 1 1 വരും. പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു 1. അപ്പൊ എന്ത് വരും? ആൻസർ വരുമ്പോൾ 2 പ്ലസ് 2e അല്ലേ? ആൻസർ എന്ന് പറയുന്നത് 2 പ്ലസ് 2e ആണ് ആൻസർ. ഇനി അടുത്ത ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. എക്സ് ഡയറക്ഷനിലെ സ്ലോപ്പ് ആണ്. എക്സ് ഡയറക്ഷനിലെ സ്ലോപ്പ് ആണ്. അപ്പൊ ആദ്യം ഇവിടെ എന്താ? കോൺസ്റ്റന്റ് വൈ. എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x² പ്ലസ് സൈൻ എക്സ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എന്ത് കിട്ടും? വൈ കിട്ടും. പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് 2y അതുപോലെ തന്നെ വരും. ഇനി ഇതിനെ എക്സ് വെച്ച് എക്സ് പ്ലസ് 2yനെ എക്സ് വെച്ച് ഡിഫറൻഷിയേഷൻ ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ? എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടും. 2yനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ 0 കിട്ടും. അപ്പൊ 1 പ്ലസ് 0 എന്ന് വരും. അപ്പൊ 1 വരും അവിടെ അല്ലേ? അപ്പൊ ഇ റേസ് ടു 1 ഇ റേസ് ടു എവരിത്തിങ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് 2y എന്ന് തന്നെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കൊടുക്കാം. എക്സിന് 1 കൊടുക്കാം, വൈക്ക് 0 കൊടുക്കാം. അതോ അപ്പൊ ആദ്യം y ഇൻറ്റു വൈയുടെ വാല്യൂ എന്താ? അപ്പോൾ 0 ഇൻറ്റു 3x² എന്ന് പറയുമ്പോൾ 0 ആയിപ്പോ. 3 ടൈംസ് 0 ആയിപ്പോയി. ഇൻറ്റു ഇവിടെ അതുപോലെ തന്നെ കോസ് എക്സ് വൈ ഇൻറ്റു വൈ എന്നല്ലേ? അവിടെ വൈക്ക് 0 കൊടുത്തിട്ടാൽ അത് മൊത്തം ആ ടൈം മൊത്തം 0 ആയിപ്പോയി. പ്ലസ് ഇ റേസ് ടു എക്സിന്റെ വാല്യൂ എന്താ? 1 പ്ലസ് 0 അല്ലേ? ഇപ്പൊ എന്ത് വരും? ഇ റേസ് ടു 1 ആണ് നമ്മുടെ ആൻസർ. ഇ എന്ന് വരും. ഇ റേസ് ടു 1 എന്ന് എഴുതാം, ഇ എന്ന് എഴുതാം. രണ്ടും എഴുതിയാലും പ്രശ്നമില്ല. രണ്ട് ആൻസറും കറക്റ്റാണ്. അപ്പം അത്രേ ഉള്ളൂ പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ അകത്തുനിന്ന്. ഇനി പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ അകത്തുനിന്ന് തന്നെ അടുത്ത ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഇംപ്ലിസിറ്റ്